സുഹൃത്തുക്കളെ, ഒടുവിൽ മലയാള ചലച്ചിത്ര രംഗത്ത് ആർജവമുള്ള ഒരു ശബ്ദം കേട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത്. യാതൊരു ആശങ്കയുമില്ലാതെ, യാതൊരു കൺഫ്യൂഷനുമില്ലാതെ വ്യക്തതയോടെ നിലപാട് പറഞ്ഞ് മലയാളത്തിൻ്റെ പ്രിയ നടൻ പൃഥ്വിരാജാണ് ഈ രംഗത്ത് മലയാള സിനിമയുടെ അഭിമാനം തന്നെ കാത്തത് എന്ന് തന്നെ പറയേണ്ടി വരും. അഭിമാനം കാത്തു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ വിശദീകരിക്കുന്ന പല നടന്മാർക്കും വാർത്താ സമ്മേളനം തുടക്കത്തിൽ നടത്തിയ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനുൾപ്പെടെ പല കൺഫ്യൂഷനോട് കൂടിയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ പണ്ട് മുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ബുദ്ധിമാനായ പൃഥ്വിരാജ് എന്ന മലയാളത്തിൻ്റെ പ്രിയ നടൻ വളരെ വ്യക്തതയോടുകൂടി ആ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം തുറന്ന പറച്ചിലുകളാണ് നടത്തിയത്. കൃത്യമായി പറയുകയാണ്, അമ്മ സംഘടനയ്ക്ക് ഈ സംഭവത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. മലയാള സിനിമ ഇത് ബാധിക്കുമോ എന്നതടക്കം, ഈ സൂപ്പർ താരങ്ങളെ അടക്കം ബാധിക്കുമോ എന്ന ചോദ്യത്തിന് എങ്ങനെ ബാധിക്കണോ അങ്ങനെ തന്നെ അത് ബാധിക്കണം എന്ന് തീർത്തു പറയുകയാണ് പൃഥ്വിരാജ് ചെയ്തത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇക്കാര്യത്തിൽ പഴുതടച്ചുള്ള അന്വേഷണം വേണം. ഈ ഹേമ കമ്മിറ്റിയൊക്കെ ആയിട്ട് ആദ്യം സംസാരിച്ച ആള് താൻ കൂടിയാണ് എന്ന് പൃഥ്വിരാജ് പറയുകയാണ്. കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടാൽ, അത് നിലവിൽ അവർ ആരോപണ വിധേയരാണ്, അത് അന്വേഷണം നടത്തി തെളിയിക്കപ്പെട്ടാൽ, കൃത്യമായ അന്വേഷണം നടക്കണം, തെളിയിക്കപ്പെട്ടാൽ അതിശക്തമായ നടപടികൾ, ശിക്ഷാ നടപടികൾ ഉണ്ടാകണം എന്നും അദ്ദേഹം പറയുകയാണ്. പൃഥ്വിരാജിൻ്റെ വാക്കുകളിൽ വളരെ വ്യക്തതയുണ്ടായിരുന്നു. ഇപ്പോൾ തനിക്ക് ചില കാര്യങ്ങൾ, ഇപ്പോൾ ജോമോളെ പോലെയുള്ളവർ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത് തനിക്ക് ഇത്തരം അനുഭവങ്ങളില്ല എന്നുള്ളതായിരുന്നു. പൃഥ്വിരാജ് കുറച്ചുകൂടി ഒരുപക്ഷെ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അഥവാ സ്വമേധയാ തന്നെ ചിന്തിച്ച് പറഞ്ഞതാണോ എന്നറിയില്ല. ഇപ്പോൾ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പൃഥ്വിരാജിൻ്റെ മറുപടി ഇതായിരുന്നു. അതായത്, തനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല എന്ന് താൻ പറഞ്ഞാൽ അത് ഈ ഇൻഡസ്ട്രിയിലില്ല എന്ന് പറയാൻ കഴിയുന്നതിനൊരു കൃത്യമായ മറുപടിയായി മാറുമോ എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. ശരിയാണ്, അതായത് തനിക്കൊരു അനുഭവമില്ല എന്ന് ജോമോൾ പറയുമ്പോൾ അതിങ്ങനെ എവിടെയും ഇല്ല എന്ന് നമുക്ക് അങ്ങനെ പറയാനും കഴിയില്ല. ഈ വേറൊരു കാര്യം കൂടിയുള്ളത്, ഇത്തരം ആരോപണ വിധേയർ ഏത് സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും ആരോപണമുണ്ടായാൽ അവർ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന തൻ്റെ അഭിപ്രായവും, അതിനുശേഷം ശക്തമായ അന്വേഷണം നേരിടണം എന്ന അഭിപ്രായം പൃഥ്വിരാജ് പറയുകയാണ്. ഈ WCC അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ പലരുടെയും വിലക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം വിലക്ക് നേരിട്ട ആൾ താനാണ് എന്ന്, പാർവതി തിരുവോത്തിനേക്കാൾ മുന്നേ വിലക്ക് നേരിട്ട പൃഥ്വിരാജ് തൻ്റെ അനുഭവം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ WCC അംഗങ്ങളൊക്കെ അവിടെ നിന്ന് മാറുകയല്ല, അവിടെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്, അവരുൾപ്പെടെ ചേർന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കണം, അമ്മയിലെത്തണം എന്ന് പറയുക കൂടിയാണ് പൃഥ്വിരാജ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ അന്വേഷണ സംഘത്തോടടക്കം താൻ സഹകരിക്കുമെന്നും പൃഥ്വിരാജ് പറയുകയാണ്. പിന്നെ ഈ സിനിമാ കോൺക്ലേവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇതൊക്കെ ഇതിനൊരു പരിഹാരമാകുകയാണെങ്കിൽ പരിഹാരമാകട്ടെ എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം വേറൊരു കാര്യം കൂടി, കേരളത്തിലാണ് ഇത്തരം ആദ്യമായി ഇത്തരം ഒരു അന്വേഷണം നടക്കുകയും ഇതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് വരികയും ചെയ്തത്. അത് ഒരു ചരിത്രമാണ്, നാളെ ഇന്ത്യൻ സിനിമയ്ക്കാകെ ഒരു ചരിത്രമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മാത്രവുമല്ല, അതിനുമൊക്കെ അപ്പുറത്തേക്ക് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത് സിനിമയിലാണ്, ഇപ്പോൾ പല മേഖലയിലും മാധ്യമപ്രവർത്തകർക്കിടയിലും ഒക്കെ ഉണ്ട് എന്നുള്ള മറു ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതിനിടയിൽ സിനിമയിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തണം. അതായത് ഇങ്ങനൊരു കമ്മിറ്റി അന്വേഷണം നടക്കുകയോ അതിനൊരു റിപ്പോർട്ട് നടക്കുകയോ ഒക്കെ ചെയ്തത് സിനിമയിലാണ് എന്നുകൂടി അദ്ദേഹം പറയുകയാണ് ചെയ്തത്. ഒരു പരിധിവരെ പൃഥ്വിരാജ് നേരത്തെ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിലും സമാനമായ ശക്തമായ നിലപാട് എടുത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. നമുക്കറിയാം, ഈ വിഷയത്തിൽ സർക്കാരിനടക്കം കൺഫ്യൂഷൻസ് ആണുള്ളത്. ഈ പറയുന്ന സജി ചെറിയാൻ രഞ്ജിത്തിനെ അടക്കം സംരക്ഷിക്കുന്നതിന് എന്തൊക്കെ സംസാരിച്ചു എന്നൊക്കെയുള്ളതെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ ഒരു വ്യക്തത വരുത്താൻ സർക്കാരിന് പോലും കഴിഞ്ഞില്ല. സർക്കാർ അന്വേഷണം, പരാതി വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി വന്നിട്ടും അതിലൊരു വളരെ വേഗത്തിൽ ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ടീമിനെ തന്നെ നിശ്ചയിക്കുന്ന കാര്യം പോലും സർക്കാർ ചെയ്തത്. അവിടെയാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് എങ്ങനെയാണോ ആരോപണ വിധേയർ എങ്ങനെയാണോ ഈ സിനിമയെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളെ ബാധിക്കുന്നു, അതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്തുനിന്ന് ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, പൃഥ്വിരാജിനെ സംബന്ധിച്ച് പേടിക്കാനൊന്നുമില്ല.
കാരണം അദ്ദേഹം ഈ വഴിയിൽ നിൽക്കുന്ന സ്ത്രീകളെ പിടിച്ച ആളൊന്നും അല്ല എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് കൂടി ഇക്കാര്യത്തിലുണ്ട് എന്ന് വേണം പറയാൻ. മറ്റൊന്ന്, വ്യത്യസ്ത അഭിപ്രായമായിരിക്കും രഞ്ജി പണിക്കർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ. അദ്ദേഹവും അതിശക്തമായ നിലപാടെടുക്കുന്നു, കുറച്ചുകൂടി വ്യത്യസ്തമായി. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ സിനിമയിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തണോ എന്നൊക്കെയുള്ള ചോദ്യത്തോട് വളരെ ക്ഷോഭത്തോടു കൂടി അദ്ദേഹം അതിശക്തമായ നിലപാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആളുകളെ ബഹിഷ്കരിക്കാം, അതിനപ്പുറത്തേക്ക് ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളത്, ഇപ്പോൾ നാട് കടത്തണോ? ശരിയാണ്, ഒരു ആരോപണം ഉന്നയിക്കുന്നു, ഇനി അയാൾ എത്ര ക്രൂരനാണെങ്കിലും അയാൾ ഈ സമൂഹത്തിലുള്ള ആൾ തന്നെയാണ്, അയാളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ലല്ലോ പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു രീതി എന്നൊക്കെ രഞ്ജി പണിക്കർ ചോദിക്കുന്നു. മാത്രവുമല്ല, അതിൽ വളരെ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നു. സിനിമാ മേഖലയിൽ നിന്ന് അറിയുന്ന, സിനിമാ മേഖലയിലുള്ളവരെ സംബന്ധിച്ച് അതൊരു എന്താ പറയുക, വളരെ കോൺഫിഡൻസോടുകൂടി, ഒരുപക്ഷെ ഷാജി കൈലാസും അങ്ങനെ ആരോടെങ്കിലുമൊക്കെ മോശമായി പെരുമാറി എന്ന് കരുതാൻ കഴിയുന്ന സ്ഥിതി അല്ലുള്ളത്. എന്തായാലും പെട്ടിരിക്കുന്നത് മറ്റു കുറേ പേരാണ് എന്നുള്ളതാണ്. മുകേഷ് MLA ആണ് മുകേഷ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ ആത്മയിൽ, അതായത് സീരിയൽ സംഘടനയിൽ പലരെയും ഒതുക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഇവിടെ നിന്ന് പണി കിട്ടിയ ചിലരെ ഒതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിനെതിരെ പേരെടുത്ത് പരാമർശമില്ലെങ്കിൽ അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിലാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതാ സിദ്ദിഖിനെതിരെ പരാതി വന്നേക്കും എന്നുള്ളതാണ്. അതിനിടെ സിദ്ദിഖ് തിരിച്ച് പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പലരും പുതിയ ആളുകൾ, VK പ്രകാശ്, ജയസൂര്യ കുറിച്ച് അതിഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. തീർച്ചയായും അന്വേഷിക്കട്ടെ, പരിശോധന നടക്കട്ടെ. ഒന്നിലധികം ആളുകൾ ഫലത്തിൽ സമാനമായ ആരോപണം ഉന്നയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പലരുടെ കാര്യത്തിലും പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഗുരുതരമാണ് സാഹചര്യം. ഇനിയും കൂടുതൽ പരാതികൾ ഉയർന്നു വരും. ഇപ്പോൾ റിയാസ് ഖാനെ പോലെയുള്ള ആളുകൾക്കെതിരെയും പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിലൊരു കാര്യമുള്ളത്, ഇനി പരാതി, ഈ ആരോപണം ഉന്നയിച്ച മനുഷ്യർ അവർ അതിശക്തമായി രംഗത്ത് വരേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അമ്മയിലും വലിയ കോളിളക്കങ്ങൾ നടക്കുകയാണ്. അമ്മയുടെ നേതൃത്വത്തിലേക്ക് ഒരു വനിത വരണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ശക്തമാണ്. തീർച്ചയായും ഇത്തരം കളങ്കരഹിതരായ ആളുകൾ വരട്ടെ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കാരണം അത്തരം മനുഷ്യർ വരട്ടെ, വനിതകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇത്തരം അക്രമികളല്ലാത്തവർ, ക്രിമിനലുകളല്ലാത്തവർ വരട്ടെ എന്ന്. ഈ പറഞ്ഞ ആരെയെങ്കിലും ക്രിമിനൽ എന്ന് നമുക്ക് നിലവിൽ വിശേഷിപ്പിക്കാൻ കഴിയില്ല, കാരണം കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത്. പക്ഷേ ആരോപണ വിധേയർ എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ ആരോപണങ്ങളാണ്, വനിതകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്, അത് വെറുതെ ആണ് എന്നും കരുതാൻ വയ്യ. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. പൃഥ്വിരാജിൻ്റെ വർത്തമാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്താണ് അഭിപ്രായം? കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.